അയ്യോ അമ്മേ. എന്ത് പറ്റി ചേട്ടാ? നടക്കാനും വയ്യ, കാലുവേദനയാ, വിശന്നിട്ടും വയ്യ. 2 ദിവസമായി ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ തിരിഞ്ഞു നോക്കി ചേട്ടാ, ഒന്നും കാണാനില്ലല്ലോ. ചേ, ആ തിരിഞ്ഞു നോട്ടമല്ലടോ. ചേട്ടൻ വിഷമിക്കണ്ട, ഞങ്ങൾ ഫുഡ് കൊണ്ടുതരാം. കഷ്ടമായി പോയി. അതെ, 2 തവണ വയ്യാതായി. 2 തവണയോ? അതെ, നടക്കാൻ വയ്യ, വിശന്നിട്ടും വയ്യ. ചേട്ടാ, ദേ 4 മുട്ട 2 മീനും. താങ്ക് യു. ഇതുപോലെ സഹായം വേണ്ടവർ ഇനിയും കാണും. അവരെ തിരിച്ചറിയാൻ ഒരു വഴി വേണം. നമുക്ക് അവരെ തിരിഞ്ഞു നോക്കാം. ഐഡിയ, ഗുഹയ്ക്ക് മുന്നിൽ കല്ല് വെച്ചാൽ മതി. സഹായത്തിന് കല്ല് വയ്ക്കൂ. ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തവരിൽ സഹായം വേണ്ടവർ ഗുഹയ്ക്ക് മുന്നിൽ ഒരു കല്ല് വെച്ചാൽ മതി. അത് കാണുന്നവർ അവർക്ക് വേണ്ട സഹായം ചെയ്യണം. എഴുതിയാൽ മാത്രം പോരാ, മാക്സിമം പേരോട്. 2 കല്ല് വെച്ചാൽ 2 പേർ സഹായിക്കണോ? സ്വന്തമായി ഗുഹയില്ലാത്തവർ എവിടെയാ കല്ല് വെക്കേണ്ടത്? ഞാൻ കല്ലല്ല ചേട്ടാ. കല്ല് വെക്കാനും സഹായിക്കണോ? സഹായം വേണോ? അത് കല്ല് വെച്ചതല്ല, ഗുഹ അടച്ചതാ. മീനുകൾക്ക് വെക്കാൻ കല്ല് കൊടുത്തതാ. ബ്ലും. 2 ദിവസമായി ശേരുവിനെ കാണാനില്ലല്ലോ. അതാ വരുന്നു. നമുക്കൊരു സഹായം വേണ്ടി വന്നപ്പോ ആരുമില്ല. കാലിലെ മുറിവ് കാരണം ഗുഹയിൽ ഇരിപ്പായിരുന്നു. കല്ല് വെച്ചിട്ടും ആരും വന്നില്ല. താനും വന്നില്ലല്ലോ. ഞാൻ തിരക്കിലായിരുന്നു ശേരു. കാലിന് എന്തു പറ്റി? മലയിൽ നിന്ന് കല്ലുകൾ ഉരുണ്ടു വന്നു, കാലിലിടിച്ചു. ദാ അതിലൊരു കല്ല് ഞാൻ സഹായത്തിന് വെച്ചതാ. ഓ, വിശന്നിട്ട് വയ്യ. വല്ലതും തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ. നല്ല മഴക്കാറുണ്ടല്ലോ. അതിന് മഴക്കാറ് തിന്നാൻ പറ്റില്ലല്ലോ. അത് കണ്ടോ, കുന്നിന്റെ മുകളിൽ മിന്നൽ. ദുഃഖ്. ഓ, ആ പരുന്തിന്റെ കയ്യിൽ നിന്ന് വീണതാ. ഏതായാലും നമുക്ക് തിന്നാനുള്ളത് കിട്ടി. ഹിഹി. ആ പരുന്തും ഇതുപോലെ വീഴുമോ സൂത്ര? എടോ, ഇപ്പോഴാ ഓർത്തത്. മണ്ടനെ ഒന്ന് പറ്റിക്കാം. തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞപ്പോഴല്ലേ ആ കുന്നിൽ മിന്നലടിച്ചത്. അതെ, അതിന് ഇതെന്തോ അത്ഭുത വിദ്യയാണോ എന്ന് എനിക്കൊരു സംശയം. ഏത് മിന്നലടിക്കുന്നതോ? അല്ലടോ, കുന്നിൽ മിന്നലടിക്കുന്ന നേരത്ത് ആഗ്രഹിച്ചാൽ നമുക്ക് തിന്നാൻ കിട്ടുമെന്നാണെങ്കിലോ? ഞാനും ആഗ്രഹിച്ചാലോ സൂത്ര? അതിന് മിന്നലടിക്കണ്ടേ? എങ്കിൽ മിന്നലടിക്കാൻ ആഗ്രഹിച്ചാലോ? അതാ മിന്നൽ, വേഗം ആഗ്രഹിച്ചോ. ഹിഹി. എനിക്കും ഒരു ഇറച്ചി കഷ്ണം കിട്ടണേ. കിട്ടി. ഷെടാ, അപ്പോൾ സംഗതി സത്യമാണോ? ദക്ക്. അതും പരുന്തിന്റെ കയ്യിൽ നിന്ന് വീണതാ. ഏതായാലും ഇതൊരു പുതിയ കണ്ടെത്തലാ. കാട് മുഴുവൻ അറിയിക്കണം. ശ്രദ്ധിക്കുക, കഞ്ചട്ടിക്കുന്നിൽ മിന്നലടിക്കുന്ന സമയത്ത് ആഗ്രഹിച്ചാൽ ആഹാരം കിട്ടും. ഇത് താൻ കാട്ടിൽ മൊത്തം എഴുതി വെച്ചോ. ശേരുവിന്റെ എഴുത്ത് എന്തായോ എന്തോ, പോയി നോക്കാം. ആഹാരം പോകുമെന്നോ? ഈ മണ്ടൻ നേരെ ഓപ്പോസിറ്റ് ആണോ എഴുതിയത്? സൂത്ര, എടോ, താൻ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അത് പറയാനാ ഞാൻ വന്നത്. നമുക്ക് എഴുതാൻ ഒറ്റ പാറ ഒഴിവില്ല. ഇത് മൊത്തം ആ പരുന്ത് എഴുതിയതാ. വൈദ്യര്, എന്റെ കണ്ണിന് എന്തോ കുഴപ്പം. പലപ്പോഴും സാധനങ്ങൾ മഞ്ഞ നിറത്തിൽ കാണുന്നു. ആ സമയത്ത് ചെവിക്ക് പിന്നിൽ വേദനയുണ്ട്. സാരമില്ല, വ്യായാമം ശരിക്കേ ഇല്ലാത്തതിന്റെ കുഴപ്പമാ. ദിവസം 2 നേരം ചെയ്യാനുള്ള വ്യായാമം പറഞ്ഞു തരാം. വലതു കാൽ പൊക്കി ഇടതു കൈ മുന്നോട്ട് നീട്ടി പിടിച്ച് 20 വരെ എണ്ണണം. അത് കഴിഞ്ഞ് ഇടതു കാൽ പൊക്കി വലതു കൈ നീട്ടി 20 വരെ. അത് കഴിഞ്ഞ് വലതു കൈ കൊണ്ട് ഇടതു കാലിന്റെ മുട്ട് പൊക്കി പിടിച്ച് നിൽക്കണം. അതിനുശേഷം ഇടതു കൈ. അയ്യോ, മൊത്തം കൺഫ്യൂഷനാ. വൈദ്യര് ഒന്നുകൂടി പറ, ഞാൻ എഴുതിയെടുക്കാം. അമ്മമ്മോ, ഇതൊക്കെ തെറ്റാതെ ഓർമ്മിച്ചു പറയുന്ന വൈദ്യരെ സമ്മതിക്കണം. ശരിവോ? എന്തു പറ്റി? സൂത്രന് അസുഖം. സാധനങ്ങൾ മഞ്ഞ നിറത്തിലാ കാണുന്നത്. പിന്നെ ആ സമയത്ത്
ചെവിക്ക് പിന്നിൽ വേദന അല്ലേ? ഞേ, ഇതെങ്ങനെ മനസ്സിലായി? ഓഹോ, എനിക്കും ഇതേ അസുഖമോ? ദോ ഇത് കണ്ടു, വൈദ്യരെ കണ്ടു, ചികിത്സയും നിശ്ചയിച്ചു. ഒരേ ലക്ഷണമല്ലേ, സൂത്രനും ഇത് തന്നെ മതി. ആണോ? എങ്കിൽ വാ. സൂത്ര, ഞാനിത് കൊടുത്തിട്ട് വരാം. ചേട്ടാ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ചേട്ടന് കഴിക്കാനുള്ള ഇല കയ്യിലുണ്ടല്ലോ അല്ലേ? തന്ന ഇല ഫുള്ള് സൂത്രൻ തിന്നു.